ഇന്ന് ഞാനുള്ളത് എടപ്പള്ളിപ്പള്ളിയിലാണ്. എടപ്പള്ളിപ്പള്ളിയിൽ എല്ലാ കൊല്ലവും പെരുന്നാളിനോടനുബന്ധിച്ച് കൊടി ഉയർത്തുന്നത് അല്ലെങ്കിൽ കൊടി കയറ്റുന്നത് ഏപ്രിൽ 25-ാം തീയതിയാണ്. ഇന്ന് ഏപ്രിൽ 25-ന് ഞാൻ എടുത്ത വീഡിയോ ആണ്. പിന്നെ അത് മാത്രമല്ല, അന്ന് തന്നെയാണ് പഴയ രാജകീയ ഭരണകാലത്ത് ഇവിടെ പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട്. 101 പലഹാരങ്ങൾ നിരത്തി വെച്ചേക്കുന്ന കാഴ്ചയൊക്കെ ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. ഇതേ കൊടിമരം ഞാൻ ഓടിച്ചിട്ട് കാണിച്ചു തന്നെയാണ്. കൊടി ഇത്തവണ പൊക്കുന്ന കൊടി പുതിയതാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ് 101 പലഹാരങ്ങൾ നിരത്തി വെച്ചിരിക്കുന്ന ഒരു കാഴ്ച. അതൊക്കെ ഞാൻ ഓടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് പെരുന്നാളിനോടനുബന്ധിച്ച് ഒപ്പിട്ടവർക്കൊക്കെ എടുക്കാനുള്ള കുരിശും എഴുതിയൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ പഴയ പള്ളിയുടെ ഒരു വിഷ്വലിയാണെന്ന് ഓടിച്ചിട്ട് കാണിച്ചേക്കാം. എന്നിട്ടാവാം നമുക്ക് അതിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു വിഷ്വൽസാണ് നിങ്ങളെ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ പുതിയ പള്ളി ഇവിടെ വരാത്തവർക്ക് വേണ്ടി കണ്ടവരാണ്. എല്ലാവർക്കും തന്നെ മിക്കവർക്കും തന്നെ അറിയാവുന്നതാണ്. അറ്റ്ലീസ്റ്റ് കണ്ടിട്ടെങ്കിലും ഉണ്ടാവും ഫോട്ടോയിലും വീഡിയോയിലൊക്കെ. ഇതാണ് ആ 101 പലഹാരം. 101 കേട്ടോ, ഇപ്പോൾ അതിനൊക്കെ മാറ്റം മാറ്റേണ്ട. ഇത്തവണ എനിക്ക് 275ഓളം ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ എണ്ണിയില്ല അറിയാൻ സാധിച്ചത്. അപ്പോൾ അത് എണ്ണണമെങ്കിൽ ഇത്തിരി ടൈറ്റായിട്ട്, പിന്നെ ഇത് നമുക്ക് അതിനുള്ള സ്പേസ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ബ്ലാങ്കായിട്ടൊരു വീഡിയോ എടുക്കാൻ സാധിച്ചത് തന്നെ വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ അച്ഛൻ വന്നിരുന്ന് പഴയ രാജകീയ ഭരണ രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. എനിക്ക് ഇത്തവണ എടുക്കാൻ പറ്റില്ല, പക്ഷേ കഴിഞ്ഞ തവണത്തെ വീഡിയോ ഒക്കെ നമ്മുടെ ഉണ്ടെന്ന് വെച്ചാൽ ഇത്തവണ എനിക്ക് വൈകുന്നേരം വർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉള്ള സമയം ഞാനൊന്ന് കവർ ചെയ്തു. പിന്നെ ഇവിടെ ഇത്തവണത്തെ പ്രസിദ്ധേന്തിനെയൊക്കെ പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടാക്കുക. പുറകെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇതൊന്ന് നേരിൽ കാണുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ആഗ്രഹമാണ്. എനിക്കും അതിനുള്ളൊരു അവസരം ഈ കൊല്ലവും കിട്ടി. അതിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ അവിടുത്തെ അച്ഛനോട് എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും സന്തോഷം. ഇത്തവണയും നേരിൽ കാണാനും ഇങ്ങനെ കുറച്ച് വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി നമുക്ക് ഇത്തവണത്തെ പ്രസിദ്ധേന്തി വരുന്നുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് ബൈറ്റ് കിട്ടുമെന്ന് നോക്കാം. ജോയി ചിങ്ങൻ പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ മകനും ഫാമിലിയൊക്കെ ഉണ്ട്. നമുക്ക് അവരോട് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് എടുത്തിട്ടാവും ബാക്കി കാര്യങ്ങൾ. ഒന്ന് നമുക്ക് അവരെയൊക്കെ പരിചയപ്പെടാം. അവർക്ക് എന്താ പറയാനുള്ളത്, കുറച്ച് കാര്യങ്ങൾ കിട്ടണമല്ലോ. കാരണം ഇത് മറ്റുള്ള പള്ളികളെ പോലെ എല്ലാ കൊല്ലം ആർക്ക് വേണമെങ്കിലും കാശ് മുടക്കി പ്രസിദ്ധേന്തി ആവാൻ പറ്റുന്നൊരു രീതിയിലല്ല ഇവിടെ കാര്യങ്ങൾ പോകണം. എന്തായാലും നമുക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ, അവർ തിരക്കാണ്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം കിട്ടുള്ളൂ. അത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. വാ, നമ്മുടെ ഇത്തവണത്തെ പ്രസിദ്ധേന്തിയും ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഞാനൊന്ന് ഓടിച്ചിട്ട് കാണിച്ചു തന്നാണ്. ചേട്ടാ, എന്താണ് പെരുന്നാളിനെ കുറിച്ച് പറയാനുള്ളത്? അതിന് മുന്നേ ഒരു കാര്യം ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഇത്രയും പലഹാരങ്ങളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. ഇത്തവണ എത്ര പലഹാരങ്ങളാണ് തുടക്കമാണ് നമ്മളിവിടെ കാണുന്നത്? യെസ്, നമ്മുടെ ഈ 101 പലഹാരങ്ങൾ കൂടുണ്ട് അല്ലേ? 101 കൂടുണ്ട്. ഈ പലഹാരങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ വികാരത്തിൽ നമ്മൾ ക്ഷണിക്കലാണ്. നമ്മുടെ കുഴി വികാരത്തിനോട് ചോദിച്ച് കപ്പളം വികാരി അദ്ദേഹത്തിനോട് നമ്മൾ ഈ പതാക ആവശ്യപ്പെട്ട് നമുക്ക് പതാക അവിടെ കൊണ്ടാണ് നമുക്ക് തരും. ആ പതാക കൊണ്ട് നമ്മൾ കൂടി ഉയർത്താൻ പോകും. അപ്പോൾ ആദ്യത്തെ ചടങ്ങാണ് ഈ പലഹാരങ്ങളൊക്കെ സ്വീകരിക്കുന്നത്. നമ്മുടെ വികാരിക്കുന്ന രാജാവിൻ്റെ ഒരു ഓർമ്മയാണ് ഇവിടെ. ആദ്യകാലത്ത് രാജാവ് പിന്നെ നമ്മൾ സ്വീകരിക്കുന്നതാണ്. രാജാവിനെ ക്ഷണിക്കും. അപ്പോൾ രാജാവിന് കാഴ്ച സമർപ്പിക്കുന്ന ആ ചടങ്ങ് ഇന്നിപ്പോൾ വികാരിയച്ഛനെ കൊണ്ട്, വികാരിയച്ഛനാണ് രാജാവിൻ്റെ റോൾ എടുക്കുന്നത്. വികാരിയച്ഛനാണ് അതിൻ്റെ അധിപൻ. കപ്പളവും വികാരി എന്ന് പറഞ്ഞാൽ ദർശന സമൂഹത്തിൻ്റെ അധിപനാണ്. അദ്ദേഹമാണ്, അതാണ് തുടക്കം. അതെ, അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ് പെരുന്നാൾ ആരംഭിക്കുന്നത്. പിന്നെ ഈ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല. ഞാൻ 2008 കൊടുത്തു തുടങ്ങിയ അപേക്ഷകളാണ്. അങ്ങനെ കൊടുത്ത് ചേട്ടന്മാരൊക്കെ പറഞ്ഞ് കൊടുത്ത് നമുക്കിപ്പോൾ 2025 എന്നെ പെരുന്നാൾ നടത്താൻ അനുവാദം തന്നത്. ഇപ്പം എനിക്കിവിടെ പെരുന്നാൾ 2026 നടത്താനുള്ള അവസരം പുണ്യാളെ ആഗ്രഹിച്ച് തന്നു നമുക്ക് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് കടമ്പകളൊക്കെ ഉണ്ട്. ഇത് കിടക്കണമെങ്കിൽ പെട്ടെന്നൊന്നും കിട്ടൂല. മറ്റുള്ള അതിനെന്താ ഇതൊക്കെ ഉണ്ടല്ലോ, എന്തോ ക്രൈറ്റീരിയ ഉണ്ടല്ലോ. എങ്ങനെയായിരുന്നു, എന്ത് ഇതിലാണ് ഒരു പ്രസിദ്ധേന്തിനെ തെരഞ്ഞെടുക്കണത്? ആദ്യം ഇതിൻ്റെ അകത്ത് ഒരു ദർശന സമൂഹത്തിൽ ഒരു അംഗമായിരിക്കുക എന്നുള്ളതാണ്. ദർശന സമൂഹത്തിൽ അംഗമായിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കടമ്പ. അതിൽ അംഗമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ മേശക്കാരെന്ന് പറയും. മേശക്കാരെന്ന് പറഞ്ഞാൽ വെളിച്ചവാഹകർ എന്ന് പറഞ്ഞാൽ വിളക്ക് വഹിക്കുന്നവർ, വെളിച്ചം വഹിക്കുന്നവർ ആ കമ്മിറ്റിയിൽ ഉൾപ്പെടണം. ആ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് ഡിസ്ക്രമൻ. ഇടവക കുരിശ് പിടിക്കാനുള്ള യോഗ്യത. ഇടവക കുരിശ് പിടിക്കാനുള്ള യോഗ്യത വന്നു. ആ ഇടവക കുരിശ് പിടിച്ചു ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടെ നമുക്ക് വൈസ് പ്രസിഡന്റ് ആയിട്ട് കിട്ടും.
ജോയിന്റ് സെക്രട്ടറി ആയിട്ട് കിട്ടും. അങ്ങനെ പ്രസേന്തിയുടെ ഇടതുവശവും വലതുവശവും നിന്നതിന് ശേഷം മാത്രം പ്രസേന്തി ആവും. അത് ഏതാണ്ട് ഒരു 15 വർഷം ആവും. നമ്മൾ ഇവിടുത്തെ എല്ലാ കർമ്മങ്ങളിലെ പാരമ്പര്യത്തിൻ്റെയും പഴമയുടെയും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഭക്തിയോടുകൂടി വിശുദ്ധൻ്റെ കാലിൽ സാഷ്ടാംഗം നമസ്കരിച്ച് ഈ തിരുനാൾ നടത്താൻ വേണ്ട എല്ലാ യോഗ്യത ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ വിശുദ്ധൻ എല്ലാ സഹായവും ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എനിക്കും നമ്മുടെ കാണികൾക്കും വിശദീകരിച്ച് തന്നതിന്. ചേട്ടാ, വൈഫ് ചേച്ചി വന്ന് ഒന്ന് പരിചയപ്പെടുത്തിയത് അങ്ങനെയല്ലേ? ആന്റണി എന്നല്ലായിരുന്നു ചേട്ടൻ? സന്തോഷം. മുൻ പ്രസിഡന്റിയാണ്. ഓക്കെ. ഇത് എൻ്റെ വൈഫാണ് ഡേസി ജോയി. ഇടവക വരണോ? ഇടവക കിഴക്കമ്പലം പള്ളി ഇടവകയാണ്. കിഴക്കമ്പലം പള്ളി ഇടവകയാണ്. മക്കള് എത്ര? 2 ആമക്കളാണ്. മൂത്തോളി കൂടെ വന്ന് അഖില്, പിന്നെ നിഖിലിനെ വിളിച്ചിരുന്നു. അവരുടെ വരുമാനൊക്കെ എല്ലാവരും വരും. അതെൻ്റെ പെങ്ങളാണ്. ഓക്കെ. അതെൻ്റെ അപ്പത്തേക്കുന്ന എല്ലാ ആളുകളാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരോടും സന്തോഷം. നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല അല്ലേ? ഒത്തുചേർന്ന് സന്തോഷം. താങ്ക് യു. എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടാകണം, എല്ലാം ഭംഗിയായി നടത്താൻ വേണ്ടി എല്ലാവരും സഹകരിക്കുക. തീർച്ചയായിട്ടും എൻ്റെയും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. കാരണം ഭംഗിയായിട്ട് നടക്കട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. മറ്റു പള്ളികളിലെ പോലെ പൈസ ഉണ്ടോ നമുക്ക് പെരുന്നാൾ നടത്താവുന്നൊരു രീതിയല്ല ഇവിടെ. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് കാര്യങ്ങളുകൂടി നമുക്കറിയാനുണ്ട്. വാ. എൻ്റെ ഭാര്യ ഡെയ്സി ജോയി, ഇത് മൂത്തവൻ അഖിൽ ജോയി, ഇത് നിഖിൽ ജോയി, നിഖിലിൻ്റെ വൈഫ് ക്രിസ്റ്റീന, അഖിലിൻ്റെ വൈഫ് രമ്യ, ഇത് കൊച്ചുമോള് അമീലിയ മരിയ. കൈവൊക്കെ ഓക്കെ. ഞങ്ങൾ ഈ ഫാമിലി ഇതറുള്ളൂ. പിന്നെ മറ്റൊക്കെ പെങ്ങന്മാരോളിമാരൊക്കെയാണ്. എൻ്റെ പ്രസിഡന്റിനെ ഫാമിലിയുടെ ഒക്കെ ഫോട്ടോഷൂട്ട് നടക്കണതാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ ഒരു സമയം കണ്ടെത്തി കുറച്ച് നേരം നമ്മളോട് സംസാരിച്ചതിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ അതേ കൊടി ഉയർത്താൻ പോണിയാണ്. അതിൻ്റെ വിഷ്വൽസ് വേറെ ആരും എടുത്തതാണ്, എനിക്ക് അയച്ചു തന്നതാണ്. എന്തായാലും സന്തോഷം. ഞാൻ അവിടെ ഉണ്ടായില്ല, ഞാൻ വർക്കുണ്ടായെന്ന് പറയില്ലേ. പിന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കുക. ഇതേപോലുള്ള നിങ്ങൾ കാണേണ്ട കാഴ്ചകളായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബാക്കി നിങ്ങൾ നേരിട്ട് കണ്ടു. താങ്ക് യു. ബൈ.